എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇപ്പോൾ ഇവിടെ നമ്മൾ കന്നി ലഗ്നജാതകൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കന്നി ലഗ്നജാതകന് ബുധൻ 1 10 ഭാവാധിപന്മാരാണ്. ശുക്രൻ 2 9 ഭാവാധിപന്മാരും ഇവർ ശുഭന്മാരാണ്. ചന്ദ്രൻ 11 ഭാവാധിപനാണ്. കുജൻ 3 8 ഭാവാധിപന്മാരും വ്യാഴം 4 7 ഭാവാധിപന്മാരാണ്. ഇവർ പാപന്മാരാണ്. ഗുരു കേന്ദ്രാധി അധിപനായതിനു മൂലം ബലഹീനനും അശുഭനുമാണെന്നാണ് പറയുക. ഇതിന് വിപരീതമായി ബുധന് കേന്ദ്രാധിപത്യ ദോഷം കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. ശനിക്ക് 6 ഭാവാധിപത്യമുള്ളതിനാൽ ഈ തടസ്ഥ ഗ്രഹമാണെന്നാണ് നമ്മൾ പറയുക. ചിലപ്പോൾ ശനി രോഗം, ചിന്ത തുടങ്ങിയ കാര്യങ്ങളൊക്കെ നൽകുന്നതാണ്. ത്രികോണാധിപതിയായ ശുക്രനും കേന്ദ്രാധിപനുമായ ബുധനും തമ്മിൽ യോഗം ചെയ്യുന്നത് രാജയോഗമാണ്. 2 12 ഭാവാധിപന്മാർ പ്രായേണ തങ്ങളുടെ അന്യ രാശിയുടെ ഫലമാണ് നൽകുന്നത്. അതുപോലെ സൂര്യചന്ദ്രന്മാർക്ക് 2 മാരകം 12 വ്യയം. ഭാവങ്ങളുടെ ആധിപത്യ ദോഷം ഇല്ല. കന്നിലഗ്നത്തിന് സൂര്യൻ അന്യഗ്രഹ സംബന്ധമായ ഫലം നൽകുന്നതായിട്ട് പറയുന്നുണ്ട്. ശുക്രനാണെങ്കിൽ ഭാഗ്യാധിപൻ്റെ ശുഭഫലമാണ് നൽകുന്നത്. അതുപോലെ തുലാം ലഗ്നജാതകന് ബുധൻ 9 12 ഭാവാധിപന്മാരാണ്. ശനി 4 5 ഭാവാധിപന്മാരാകുന്നു. ഇവർ ശുഭന്മാരാണ്. സൂര്യൻ 11 ഭാവാധിപനാണ്. കുജൻ 2 7 ഭാവാധിപനും. അപ്പം വ്യാഴം 3 6 ഭാവാധിപന്മാരാകുന്നു. ഇവർ അശുഭന്മാരാണെന്ന് പറയുന്നു. ശനിക്ക് കേന്ദ്ര ത്രികോണ ആധിപത്യമുള്ളതിനാൽ ആഗ്രഹം യോഗകാരകനാണ്. ഈ ആധിപത്യം വന്നതിനാൽ ആ പർട്ടിക്കുലർ ആ പറയുന്ന ആഗ്രഹം യോഗകാരകനാണെന്ന് പറയുന്നുണ്ട്. കുജനാണെന്നുണ്ടെങ്കിൽ മാരകനാണ്. ശുക്രന് കേന്ദ്രാധിപത്യ ദോഷവും അഷ്ടമാധിപത്യവും ഉള്ളതിനാൽ തടസ്ഥഗ്രഹമായിട്ടാണ് നമ്മളതിനെ പറയുക. ശനി യോഗകാരകനും ചന്ദ്രൻ കർമാധിപനും ബുധൻ ഭാഗ്യാധിപനുമാണ്. ഇവരുടെ യോഗം രാജയോഗത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. ബുധൻ 12 ഭാവാധിപനും ആയിരുന്നാലും അന്യ ആധിപത്യത്തിൻ്റെ ഫലമാണ് നൽകുന്നത്. ഹരി ഓം ഹരി ഓം ഹരി ഓം.